നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹെവൻ ആൻഡ് എർത്ത്. മാർഷൽ ആർട്ടിലെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. ആയോധന കലയിൽ ഹെവൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുകൾ എന്നുള്ള അർത്ഥം, എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം. മുകളിൽ നിന്നുള്ള ഏത് അറ്റാക്കിനെയും നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പ്രതിരോധിക്കുക. താഴെ നിന്ന് വരുന്ന ഏത് അറ്റാക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് താഴേക്ക് പ്രതിരോധിക്കുക. ഇതാണ് നമ്മൾ ഏത് മാർഷൽ ആർട്ടും പറയുന്ന അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ആലോചിക്കുക, ഒരു മിഡിൽ പഞ്ച് വരിക, ഒരു സെൻറ്റർ പഞ്ച് വരിക. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇത് രണ്ടും പറ്റിയെന്ന് വരില്ല, നമുക്ക് ഇങ്ങനെ തട്ടാൻ കിട്ടിയെന്ന് വരില്ല, ഇങ്ങനെ പൊക്കാനും സമയം കിട്ടുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ വരുന്ന ഒരു അറ്റാക്കിനെ വശങ്ങളിലേക്ക് മാറ്റുക. ആ വശങ്ങളിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ പറയുന്നത് സെൻറ്റർ ബ്ലോക്ക് എന്ന് നമ്മൾ പറയുന്നത്. സെൻറ്റർ ബ്ലോക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ പഠിച്ചു വയ്ക്കുന്നത് സെൻറ്റർ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക്, അങ്ങനെയുള്ള ബ്ലോക്കുകളായിരിക്കും നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ നമുക്കിത് സെൻസ് ചെയ്യാനുള്ള സമയം തലച്ചോറിന് കിട്ടില്ല എന്നുള്ളതാണ് പുതിയ പഠനം. വ്യക്തമായി മനസ്സിലാക്കുക, അങ്ങനെ കിട്ടില്ല. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ക്രാവ് പോലുള്ള അഭ്യാസങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസും അതിൻ്റെ ഗുണങ്ങളുമാണ് ഇന്ന് പറയുന്നത്. നേരെ ആയോധന കലയിൽ ബേസിക് ആയുള്ള കാര്യമാണ് മിഡിൽ പഞ്ച്, സെൻറ്റർ പഞ്ച്, അപ്പർ പഞ്ച്, ലോവർ പഞ്ച് എങ്ങനെ എടുക്കണമെന്നുള്ളത്. സെൻറ്റർ പഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ വശങ്ങളിലേക്ക് മാറ്റുക, രണ്ട് വശങ്ങളിലേക്ക് മാറ്റുക. അപ്പർ പഞ്ചാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഹെവനിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ എർത്തിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പ്രതിരോധിക്കുക. ഓക്കെ, അടുത്ത് വരുന്ന എർത്തിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഹെവനിൽ നിന്ന് നമ്മൾ താഴേക്ക് പ്രതിരോധിക്കണം. അതാണ് സെൻറ്റർ പഞ്ച്, അപ്പർ പഞ്ച്, ലോവർ പഞ്ച് എടുക്കാനുള്ളൊരു മെത്തേഡ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്ന് കാണിച്ചതിന് ശേഷം, പറയത്താത്ത ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാതെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സീരിയസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളൊരു സെൻറ്റർ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഈ വന്ന പഞ്ചിനെ എന്ത് ചെയ്തു? നമ്മൾ വഴി മാറ്റി തിരിച്ചു വിട്ടു. ഓക്കെ, അടുത്തത് വരുമ്പോൾ നമ്മൾ വഴി മാറ്റി തിരിച്ചു വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഇപ്പം നോക്കി ഞാൻ ചെയ്യുമ്പോൾ, പഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിനാണ് എടുക്കുന്നത്. ശരിക്കും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്ത് തുടങ്ങണം. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തട്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അടുത്ത പഞ്ച് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് തട്ടിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണാനും വൃത്തിയുണ്ട്. ഇപ്പം നമ്മൾ ഒരു സെൻറ്റർ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ലേ? ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്കാണിത്. വരുന്ന സമയത്ത് മാറ്റിയിട്ട് ചെയ്യാം, അടുത്ത കൈ വരുമ്പോഴത്തേക്ക് മാറ്റി ചെയ്യാൻ കണ്ട. അപ്പോൾ ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു അപ്പർ പഞ്ച് വരിക. അപ്പർ പഞ്ച് വരുമ്പോൾ നമ്മൾ നേരെ ഉയർത്തിയിട്ട് കൈ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തലയുടെ മേളിൽ നിൽക്കണം, കൈകൾ ചെരിഞ്ഞിരിക്കണം. കാരണം ഒരടി കിട്ടിയില്ല, താഴേക്ക് ചെരിഞ്ഞു പോകണം. അത് അടുത്ത കൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇത് എങ്ങോട്ട് പോകണം? താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വേണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? അപ്പർ പഞ്ച് വരുമ്പോൾ ഓക്കെ, അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ്. ഇനി താഴേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് എങ്ങനെ പ്രതിരോധിക്കാം? ലോവർ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് കണ്ടോ? അതേ ലോവർ പഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തതിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻസ്മെൻറ്റോ ലോവർ പഞ്ച് ഉണ്ട്. അടുത്ത് വരുമ്പോൾ എന്താ അതേ കൈക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓർത്ത് വെച്ച്, ഇപ്പോൾ സെൻറ്റർ പഞ്ച്, അപ്പർ പഞ്ച്, ലോവർ പഞ്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് സെൻറ്റർ പഞ്ചാന്ന് കൂട്ടിക്ക്. അങ്ങനെ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അത് ഓർത്ത് വയ്ക്കുക. വന്നതിന് ശേഷം ചെയ്ത് പഠിക്കാനായിട്ടൊന്ന് വേഗത കൂട്ടാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പഞ്ച് വന്നു, സെൻറ്റർ പഞ്ച് വന്നപ്പോൾ നമുക്ക് ഓക്കെ ബ്ലോക്ക് ചെയ്യാൻ, കാണാൻ കഴിയണം. ഇതിപ്പോൾ മെല്ലെ ചെയ്യുന്നതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. വേഗത്തിൽ ചെയ്ത് എന്തോ നമുക്ക് കാണാൻ കഴിയില്ല. പെട്ടെന്ന് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് വന്ന് ബ്ലോക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പ്രാക്ടീസും വേഗതയും കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ? എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളൊരു ഇങ്ങനൊരു ഓവൽ ഷേപ്പ് ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കുക. ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓറ പോലൊരു സംഗതി. ക്ലിയർ? ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലും നമ്മൾ അടികളെ പ്രതിരോധിച്ച് ആദ്യം ശീലിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അടിക്കണം, ഇങ്ങനെ പ്രതിരോധിച്ച് ശീലിക്കാനുണ്ടോ? ഉണ്ട്. ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് താഴേക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ നിന്ന് കയറി വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും. ക്ലിയർ? ഇതിനിടയ്ക്ക് നമുക്കൊരു പഞ്ച് വന്നാൽ ആ പഞ്ച് വരുന്ന സമയത്ത് കണ്ടോ താഴേക്ക് തന്നെ വരിക, മേളിലേക്ക് വന്നാൽ എന്ത് പറ്റും? കണ്ടോ മേളിലേക്ക് തന്നെ വരിക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് സെൻറ്റർ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക് എന്ന് പറഞ്ഞ് തലയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അടി വന്നാലെല്ലാം ഇന്നറിൽ നിന്ന് ഔട്ടറിലേക്ക് ചെയ്യാം, പഞ്ച് വന്നാലെല്ലാം ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് ചെയ്യാമെന്ന് മാത്രം പഠിച്ചു വെക്കുക നിങ്ങൾ. അപ്പോൾ എന്നെ ചെയ്ത് റോഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെയുള്ള തിയറികൾ കൂടുതൽ ക്രാവ് മാഗിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് കരുതുന്നത്.
എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.